ഹായ്, ഐ എം റാണി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലെസൺ അപ്ലൈ. അപ്പോൾ ഇന്നത്തെ ലെസൺ നമ്മൾ പഠിക്കുന്നത് വെർബിൻ്റെ സെക്കൻഡ് ഫോം. അതിന് നമ്മൾ V2 എന്ന് പറയും അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അറിയാം V1, V2, V3 എന്നൊക്കെ. ഓക്കെ, അപ്പോൾ V2 അതായത് സിമ്പിൾ പാസ്റ്റ് വന്നാൽ നമുക്ക് അതെങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെൻസ് റൂൾസ് ഒന്നും വെച്ചല്ല പഠിക്കുന്നത്, ഒരു സ്പെഷ്യൽ ടെക്നിക്ക് വെച്ച്. അപ്പം നമുക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയെടുക്കുക. കഴിവതും നിങ്ങളൊരു ബുക്ക്, ഒരു നോട്ട് ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യണം. മറ്റേ ക്വസ്റ്റ്യൻസ് ഇതേ ചെയ്ത് നോക്കണം. സിമിലർ പാറ്റേൺസ് വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളതെല്ലാം ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ V2 അതായത് പാസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ടെൻസ് റൂളൊന്നും അറിയാതെ എങ്ങനെ സിമ്പിളായിട്ടാണ് അതിനെ നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് പോകാം. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ലെസൺസാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്പാണ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് അത് വന്നാൽ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം, ടെൻസ് ബോദർ ചെയ്യാതെ എങ്ങനെ നമുക്കതിനെ ആ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാമെന്ന് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ലെസണാണിത്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നമ്മളതിനെ പറയുന്നത് V2 എന്നാണ് അല്ലേ. നമുക്ക് അത്യാവശ്യം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരം വെർബുകളുണ്ട്, റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. ഇപ്പോൾ റെഗുലർ വെർബ് എന്താണെന്ന് വെച്ചാൽ ഡി അല്ലെങ്കിൽ ED ചേർന്നതിൻ്റെ പാസ്റ്റ് ഫോം വരും. അപ്പം നമുക്ക് വോക്ക്, എന്താണ് അതിൻ്റെ V2 വോക്ക്ഡ് അല്ലേ. V3 എന്താ വോക്ക്ഡ്. ഇപ്പം നമുക്ക് വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് അല്ലേ. നമുക്ക് വേറൊരു വെർബ് നോക്കൂ, സ്ലീപ്പ്. ഇതിൻ്റെ കൂടെ നമ്മൾ ED അല്ല കൊടുക്കുന്നത് അല്ലേ. നമുക്കറിയാം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് സ്ലപ്റ്റ്, V3 വരുമ്പോൾ സ്ലപ്റ്റ് അല്ലേ. ഇനി ഡ്രിങ്ക് നോക്കൂ, ഡ്രിങ്ക്. ഇതിനൊരു സ്പെസിഫിക് ഒരു റെഗുലർ പാറ്റേൺ ഇല്ല. അപ്പം ഇതിനെ നമ്മൾ റെഗുലർ വെർബ് എന്ന് പറയും. എങ്ങനെ ഈ ED ചേർന്ന് അല്ലെ D ചേർന്ന് അതിൻ്റെ പാസ്റ്റ് അല്ലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ഒക്കെ, അതായത് V3 ഒക്കെ ഫോം ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഇങ്ങനെ തോന്നുന്ന രീതിയിലാണല്ലേ. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഞാൻ ഇറ്റ് ഫോംസ് ഇറ്റ്സ് പാസ്റ്റ് ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വേറെ അത് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ അങ്ങ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വി ഹാവ് ടു ബൈ ഹാർട്ട്. അത് നമ്മൾ കാണാതെ തന്നെ പഠിച്ചെടുക്കണം. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഈ V3 ഫോം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ V2 വെർബ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ ലെസണിൽ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് ചേർത്ത് കൊടുക്കണം. ദാറ്റ് ഓപ്ഷണലാണ്, എന്നാലും നിങ്ങൾ ദാറ്റ് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ V2 അതായത് സിമ്പിൾ പാസ്റ്റിനെയാണ് മാറ്റുന്നത്. സോ V2 വന്നാൽ നിങ്ങൾ എങ്ങനെ അങ്ങ് പഠിക്കുക, ഹാഡ് പ്ലസ് V3 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു റെഗുലർ ഇറഗുലർ വെർബ്സ്. റെഗുലർ വെർബ്സ് എല്ലാം D അല്ലെങ്കിൽ ED ചേർത്ത് അതിൻ്റെ പാസ്റ്റ് അല്ലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഉണ്ടാക്കുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഇറഗുലർ അല്ലേ, ദർ ഇസ് നോ റെഗുലാരിറ്റി, ഒരു റെഗുലർ പാറ്റേൺ ഇല്ല, അത് അതിന് ഇഷ്ടമുള്ള പോലെ. സോ അതാണ് എന്താ നമ്മൾ പറയുന്നത് ഇറഗുലർ വെർബ്. അപ്പം ഇറഗുലർ വെർബ് വരുന്ന സമയത്താണ് കൂടുതലും മിസ്റ്റേക്സ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന്, കാരണം ഈ ED ചേർന്ന് വരുന്നത് കൊണ്ട് മിക്കതിൻ്റെയും V2 V3 സെയിം ആയിരിക്കും. സോ റെഗുലർ വെർബ്സിൽ മിസ്റ്റേക്സ് അങ്ങനെ വരില്ല. സോ ഇറഗുലർ, അതിൽ ഗോ, വെൻറ്റ്, ഗോൺ ഇങ്ങനത്തെ, അതായത് സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് ഇങ്ങനത്തെയൊക്കെ റെഗുലർ വരുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത്. സോ അത് നമ്മൾ സെപ്പറേറ്റ് ലിസ്റ്റായിട്ട് തന്നെ പഠിക്കണം. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഷീ, അപ്പോൾ ഷീ സെറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ നോക്കുക എന്താ ഈ സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും നമുക്കൊരു ഇൻഫോർമേഷൻ
അല്ലേ, എന്തെങ്കിലും ഐഡിയ, എന്തെങ്കിലും നോളജ് നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ലല്ലോ, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ല, പിന്നെ ഒരു ഇമ്പരറ്റീവ് അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് ഓർ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഷീ സെഡ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? ദാറ്റ്. അപ്പോൾ അവൾ എന്താ പറഞ്ഞേ? ഷീ എന്ന് പറയുമ്പോൾ അവൾ ഒരു ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ അവൾ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് ഐ വെൻറ്റ് ടു മുംബൈ, അത് അവൾ പറയുന്നതുകൊണ്ട് ഐ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുമ്പോൾ എന്താകണം? ഷീ സെഡ് ദാറ്റ്. ഷീ ഇവൻ്റ് V2 നമ്മൾ എന്താക്കി കൊടുക്കണം? നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഹാഡ് പ്ലസ് V3. ഇവൻ്റ് എഴുതി വെക്കരുത്. ഇവൻ്റ് എഴുതി വെച്ചാൽ പണി വാളും, നമ്മുടെ ആൻസർ തെറ്റും. സോ ഷീ ഹാഡ് ഗോ വെൻറ്റ് ഗോൺ. ഇതാണ് നമുക്ക് വേണ്ട ആള്, ഗോൺ, V3. അപ്പോൾ ഷീ ഹാഡ് ഗോൺ ടു മുംബൈ. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് എന്താക്കണം? ദ വീക്ക് ബിഫോർ എന്നോ ദ പ്രീവിയസ് വീക്ക് എന്നോ കൊടുക്കാം. എളുപ്പമായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. V2 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ടെൻസ് ഏതാണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു വെർബിൻ്റെ V2 ഇത്രയെങ്കിലും നമുക്ക് പഠിക്കാമല്ലോ അല്ലേ? അപ്പോൾ ഷീ സെഡ് ദാറ്റ് V2 ആണോ? നമ്മളവിടെ എന്ത് കൊടുക്കുക? ഈ വെൻറ്റിന് പകരം നമ്മൾ ഹാഡ് ഗോൺ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഷീ സെഡ് ദാറ്റ്, ദാറ്റ് ഒരു കണക്റ്റിംഗ് വേർഡ്, ലിങ്കിങ് വേർഡായിട്ട് ചേർത്ത് കൊടുക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ഗോൺ ടു മുംബൈ. ലാസ്റ്റ് വീക്ക് എന്ന് എഴുതരുത്, ദ പ്രീവിയസ് വീക്ക്. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഹരി സെഡ് ടു മീ ഐ ഏറ്റ് ആൻ ആപ്പിൾ എ ഫ്യൂ മിനിറ്റ്സ് അഗോ. അപ്പോൾ ഇവിടെ എന്താ? നേരത്തെ നമ്മൾ സെഡ് എന്നാണ് പറഞ്ഞേ, ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ, സെഡ് ടു മീ. അപ്പോൾ നിങ്ങൾ ഓർത്തു, സെഡ് എന്നാൽ നമ്മൾ സെഡ് ദാറ്റ് എന്ന് എഴുതാം. ഈ സെഡ് ടു മീ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെഡ് ടു എന്താകണം? ടോൾഡ് ആക്കണം. അപ്പം സെഡ് ടു മീ എന്നുള്ളത് എന്താവും? ടോൾഡ് മീ അല്ലേ? സെഡ് ടു എന്താക്കുകയാണ് നമ്മൾ? ടോൾഡ്. അപ്പോൾ ഹരി ആരോടാ പറഞ്ഞത്? എന്നോടാ പറഞ്ഞത്. അപ്പോൾ ഹരി, ഇതിൻ്റെ ചേഞ്ച് എന്താണ്? സെഡ് ടു ടോൾഡ്. ഹരി ടോൾഡ് മീ. ഹരി പറഞ്ഞെന്താണ്? ഐ ഏറ്റ് ആൻ ആപ്പിൾ. സോ ഹരി പറയുമ്പോൾ നമ്മളെന്താ? ഹരി പറയുമ്പോൾ ഐ എന്ന് പറയണം അല്ലേ? ഞാനെന്ന് പറയണ്ടേ? സോ നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? ഹരി ഒരു മാസ്കുലിൻ ജെൻഡറാണ്. സോ നമ്മൾ എന്തെന്ന് പറയണം? ഹരി എന്നോട് പറഞ്ഞു, അവൻ അല്ലേ? സോ ഹീ. ഇവിടെ നമുക്ക് V2 ഉണ്ട്. ഈറ്റ് എന്താ അതിൻ്റെ ഫോം? ഈറ്റ്, ഏറ്റ്, ഈറ്റൺ. ഇതിലേതാ നമുക്ക് വേണ്ടത്? V3, ഈറ്റൺ. ഏറ്റെടുത്ത് എഴുതാൻ പാടില്ല. സോ ഹരി ടോൾഡ് മീ, നമ്മൾ ദാറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. ഹരി ടോൾഡ് മീ ദാറ്റ് ഹീ. ഏറ്റെന്താക്കി കൊടുക്കണം? ഹാഡ് ഈറ്റൺ. അപ്പം V2 വന്നാൽ നമ്മൾ എന്താക്കുക? V3, അതായത് ഹാഡ് പ്ലസ് V3, ഹാഡ് ഈറ്റൺ. ഹാഡ് ഈറ്റൺ എന്താണ്? ആൻ ആപ്പിൾ എ ഫ്യൂ മിനിറ്റ്സ് നീ എഗോ എന്നാണ്. എഗോയ്ക്കൊരു ചേഞ്ച് ഉണ്ട്, അത് നോട്ട് ചെയ്ത് നോക്കണം. എഗോ എന്ന് പറയുന്നത് ബിഫോർ എന്നാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ചേഞ്ചസ് എല്ലാം കൂടെ വേറെ ലെസൺ നോക്കാം. ആൻ ആപ്പിൾ എ ഫ്യൂ മിനിറ്റ്സ് എ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ. ഓക്കെ, അപ്പോൾ ഈ പാസ്റ്റ് ടെൻസിൽ വരാവുന്ന ഒരു
കീവേഡ് അല്ലെങ്കിൽ ആഡ്വർബിയൽ എക്സ്പ്രഷൻസ് ആയിട്ട് വരാവുന്നതാണ് യെസ്റ്റർഡേ, അല്ലെ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഫ്രൈഡേ, അതേപോലെ തന്നെ എഗോ ഒക്കെ കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് അല്ലേ. സോ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എഗോ ബിഫോർ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് V2 വന്നാൽ വെർബിൻ്റെ സെക്കൻഡ് ഫോം വന്നാൽ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് പ്ലസ് V3 നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ക്ലിയർ ആവും. ഇനി ഞാൻ രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് V2 നമ്മൾ ഹാഡ് പ്ലസ് V3 ആക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ്, അഫോർമേറ്റീവാണ്, നെഗറ്റീവ് അല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ V2 തന്നെയാണ്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. സോ ജാക്ക് സെഡ് ഐ സോ ഹെർ എ വീക്ക് അഗോ. ഹി സെഡ് ഷീ ഡ്രീവ് സം ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. ഷീ സെഡ് ഹി ടുക്ക് ദ മണി ഫ്രം ദ ബാങ്ക്. ആണെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ എന്നും കൂടെ കൊടുത്തോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതൂ, യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്താവും? ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ. എ വീക്ക് അഗോ, എ വീക്ക് ബിഫോർ, എഗോ ബിഫോർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എളുപ്പം നോക്കൂ, എന്നിട്ട് ആൻസേഴ്സ് കമൻറ്റ് ചെയ്യും. സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.